നമ്മളിന്ന് ബീഫ് പോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പോട്ടി നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി വാരിയെടുത്ത് നുറുക്കി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും കൂടെ തിരുമ്മി കുറച്ച് നേരം വെച്ചിരുന്നതാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരണം. അത് കഴിഞ്ഞിട്ട് സിമ്മിലിട്ടിട്ട് ഒരു വിസിലും കൂടെ വന്നോട്ടെ. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ചിലപ്പം കുക്കറിൽ നിന്ന് അത് വെന്ത ആ നെയ്യ് ഇച്ചിരി എടുത്ത് ഒഴിക്കും, കാരണം അധികം എണ്ണ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിലേക്ക് സവാള, ജിഞ്ചർ ഗാർലിക്ക്, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഒന്ന് പയ്യെ വഴന്ന് വന്നു കഴിയുമ്പോഴേക്കും കാശ്മീരി ചില്ലി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ടത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുകി വന്ന് തുടങ്ങി കഴിയുമ്പം പിന്നെ നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതങ്ങ് ഫ്രൈ ആക്കി എടുക്കണം. അത് മറ്റേ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടത്തില്ല. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് വരട്ടി കുറച്ച് നെയ്യൊക്കെ അങ്ങ് വറ്റി തീരാൻ പാകത്തിന് ഫ്രൈ ആക്കി അതിൻ്റെ കൂടെ ഇത്തിരി മീറ്റ് മസാല, അതായത് പെരിഞ്ചീരകം ഇച്ചിരി പൊടിച്ചതൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടി ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കണ്ടോ, ഡീപ്പ് ഫ്രൈ ആയിട്ടെന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നത് ഇങ്ങനെ ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.